ജനസിസ് ചാപ്റ്റർ 5 21-24 തിരിക്കാം. ജനസിസ് ചാപ്റ്റർ 5 വേഴ്സസ് 21-24. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. പ്ലീസ് മൈക്ക് ഉപയോഗിച്ചേ പറ്റുള്ളൂ. മൈക്ക് കൊടുക്കണം ആരെങ്കിലും. വായിക്കുന്ന ആളുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം സൂമിലുള്ളവരും നമ്മളും ഒരുപോലെ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നവരാണ്. ഓക്കെ, പ്ലീസ്. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. When Enoch had lived 65 years, he became the father of Methuselah. After he became the father of Methuselah, Enoch walked faithfully with God 300 years and had other sons and daughters. Altogether, Enoch lived a total of 365 years. Enoch walked faithfully with God. Then he was no more because God took him away. മതി. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ജനസിസിൽ നിന്ന് ഈ വാക്യങ്ങൾ വായിച്ചിരുന്നു. Last week we read from this chapter of the book of Genesis. ഹീബ്രൂസ് 11:4-5 നമ്മൾ വായിച്ചിരുന്നു. We also meditated from the book of Hebrews chapter 11 verses 4 and 5. ജഡ്ജസ് 14 and 15 വേഴ്സസ് നമ്മൾ വായിച്ചിരുന്നു. Jude verses 14 and 15 we read. സോറി, ഞാൻ ജഡ്ജസ് എന്ന് പറഞ്ഞല്ലേ, എന്റെ മിസ്റ്റേക്ക് ആണ്. ജൂഡ് എന്ന വാക്യം വായിച്ചിരുന്നു. ഇതിനകത്തുനിന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു 4-5 കാര്യത്തെ ഒന്നുകൂടെ പറഞ്ഞിട്ട് വിശദീകരണത്തിലേക്ക് പോകാം. I would like to repeat a few things which we meditated last week and then I will continue. ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക്, A person, Enoch, walked with God. ദൈവത്തെ പ്രസാദിപ്പിച്ച ഹാനോക്ക്, And a person who pleased God. ദൈവത്തിനായിട്ട് സംസാരിച്ച ഹാനോക്ക്, A person who prophesied for God. ദൈവത്തിങ്കിലേക്ക് ദൈവസന്നിധിയിലേക്ക് എടുത്തുകൊള്ളപ്പെട്ട ഹാനോക്ക്, A person who was taken to God. ഈ 5 കാര്യം നമ്മൾ ഈ 3 പാസേജിൽ വായിച്ചാൽ വളരെ പ്ലെയിനായി ദൈവാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. If we go through these passages, we can see all these 5 matters very clearly. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്നതാണ്. Last week we gave the importance of the point that Enoch walked with God. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവവചനമനുസരിച്ച് ജീവിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. Enoch walked with God. The meaning is Enoch obeyed the scripture of the word. ഇന്ന് നമുക്കതിന്റെ ഈ ഹാനോക്ക് നടന്ന ആ സാഹചര്യത്തെ പറ്റി ഒന്ന് ചിന്തിക്കാനായിട്ട് പോയി. Today I would like to give you the circumstances or the surroundings at the time when Enoch walked with God. എല്ലാവരും വേദപുസ്തകം നോക്കണം കഴിയുമെങ്കിൽ. Everybody please open your Bible and look through it. എന്നിട്ട് ആ ഹാനോക്കിന്റെ സ്ഥാനത്ത് എന്നെ പ്ലേസ് ചെയ്യണം. And you and I have to place in the place of Enoch. We have to place ourselves. എന്നിട്ട് നമ്മൾ അതുപോലെ ജീവിക്കാനായിട്ട് ദൈവസന്നിധിയിൽ ഒരു ആഗ്രഹവും തീരുമാനവും ഉണ്ടോ എന്നൊരു ആത്മപരിശോധനയും നമ്മൾ നടത്തണം. And we have to examine ourselves that do we have a desire to walk like Enoch and live like Enoch. ഞാൻ ഒരു യൂത്തിനെ അല്പം കൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ പറയാനായിട്ട് പോവുകയാണ്. I would like to specifically focus to youth group and to continue. ബൈ ദ വേ, ഒരു കാര്യം കൂടെ ഞാൻ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ശ്രദ്ധിച്ച ഒരു കാര്യം പറയാം. I would like to mention one thing which I noticed for the past few weeks. പേരൻസൂടെ കേട്ടോണം. Please listen, parents. നമ്മുടെ കുഞ്ഞുങ്ങള് ടെസ്റ്റിമണി പറയാനായിട്ട് വാക്യം വീട്ടിൽ നിന്ന് ചിലർ പഠിക്കുന്നില്ല. ഇവിടെ സങ്കീർത്തന പ്രബോധനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് വായിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. Many children who are not being prepared for their memory verses for the next Sunday, they are preparing during the Sunday services or the Psalms reading is happening. ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് അവർക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ സൺഡേ ഓൺവേഴ്സ് അങ്ങനെ ചെയ്യരുത്. So whoever did that, they know it, and please do not repeat that moving forward. പേരൻസിന് അറിയാമല്ലോ, 10-18 വയസ്സ് വരെ ഇവരെ നമ്മുടെ കയ്യിൽ കിട്ടുകയുള്ളൂ. അന്നേരം ഷുവറായിട്ട് വീട്ടിൽ നിന്ന് ഒരുങ്ങി ചോദിച്ചിരിക്കണം വാക്യം പഠിച്ചോ എന്നുള്ള കാര്യം.
Parents, we are all aware that till the age of some teenagers only, we will have our kids along with us. So please make sure before you leave the house. എനിക്കറിയാം ഇവിടെ വാക്യം നല്ലപോലെ പറഞ്ഞില്ലെങ്കിൽ വീട്ടിൽ ചെല്ലും പടി കിട്ടുന്ന പിള്ളേരുണ്ടെന്ന് എനിക്കറിയാം. I know there are certain children, if they didn't recite their memory verses well, they will be punished when they reach back home. എനിക്കിട്ട് കിട്ടുമായിരുന്നു. I usually used to get. ഓക്കെ, അതുകൊണ്ട് ഒരു ദോഷം ഉണ്ടായില്ല. So there is no problem happened to me until this time. Praise the Lord. ആട്ടെ, നമുക്ക് ഹാനോക്കിലേക്ക് തന്നെ വരാം. ശ്രദ്ധ എല്ലാവരുടെയും ഉണ്ടാകണം. So please turn our attention to the character Enoch. വളരെ പഴയ ഒരു സംഭവമാണ് ജനസിസ് 4:5 നമ്മൾ വായിച്ചത്. We read a very old story or old thing from the book of Genesis. അല്ലെങ്കിൽ chapter 4. തിരുവെഴുത്തിന്റെ മാനവജാതിയുടെ ആരംഭകാലത്തെ ഒരു ചരിത്രമാണ്. We read the origin of the human history. അതിന്റെ ആരംഭകാലത്തിൽ അല്ലെങ്കിൽ ആ തലമുറയിൽ അധികം ജനങ്ങളില്ലാത്ത ഒരു കാലം. The initial period of the generation, that context we just read. നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയും വാക്കിംഗ് വിത്ത് ഗോഡ് എന്നൊക്കെ പറയുമ്പം സാധാരണ ചിന്തിക്കുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു റെസ്പോൺസ് ഉണ്ട്. അതൊക്കെ അങ്ങ് പഴയ കാലത്തെ ആളുകൾക്ക് മാത്രം നടക്കുന്ന കാര്യമാണ്, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. When we usually think about spirituality, we tend to think that it is the old generation they used to follow, and that doesn't apply to us, or it is not even possible to us. That's what probably we may think. ഇന്നത്തെ പോലെ ഒരു മോഡേൺ യുഗത്തിലൊന്നും അല്ലായിരുന്നല്ലോ, അവരങ്ങ് പഴയ മലയാളത്തിൽ പറഞ്ഞ ശിലായുഗത്തിൽ ജീവിക്കുന്നവരായിരുന്നു. They were living in an age of rock age. ഇന്നത്തെ പോലെ ഒരു മോഡേൺ, that age was not like a tech age like this. എന്നാൽ അങ്ങനല്ല കാര്യം. എല്ലാ കാലത്തും എല്ലാ മനുഷ്യൻ ജീവിക്കുമ്പോൾ ദൈവത്തോട് കൂടെ നടക്കാനും നടക്കാതിരിക്കാനും ഉള്ള സാഹചര്യങ്ങൾ ഒരുപോലായിരുന്നു. But that is not the way. Whether it is a stone age or a tech age, every time period there is a possibility to walk either with God or not. കാരണം 5-6 അധ്യായം വായിക്കുമ്പോൾ അറിയാം, ഒത്തിരി ആളുകളുടെ ലിസ്റ്റ് ഉണ്ട്, കുടുംബത്തിന്റെ ലിസ്റ്റ് ഉണ്ട്. പക്ഷെ ദൈവത്തോടു കൂടെ നടന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. We can see in chapters 5 and 6 a lot of genealogy, but very few walked with God. നോക്കൂ, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്ന ആ കാലഘട്ടത്തെ നമുക്ക് വേദപുസ്തകത്തിനകത്തോട് നോക്കാം. Let us look at the generation when Enoch was walking with God. ഞാൻ ഈ പറയുന്ന കാര്യം അതുപോലെ അവിടെ എഴുതിയിട്ടില്ലെങ്കിലും ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുകയാണ്. I am going to derive certain facts from that portions. 4-ാം അധ്യായത്തിന്റെ chapter 4 verse 17 നോക്കി. Let us turn our attention chapter 4 verse 17 of the same book Genesis. അവിടെ നമ്മൾ വായിക്കുന്നത്, We are reading like this from there. കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചു, ഹാനോക്കിനെ പ്രസവിച്ചു. അടുത്ത വാചകം, അവൻ ഒരു പട്ടണം പണിതു. Did you see that word? അവൻ ഒരു പട്ടണം പണിതു. We can see in verse 17 he builded a city. വാക്യം കണ്ടല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഹാനോക്ക് ജീവിച്ച കാലഘട്ടം എന്ന് പറഞ്ഞാൽ സിറ്റി ലൈഫ് ആരംഭിച്ച കാലഘട്ടമാണ്. So basically we can assume that he builded a city. That's why a city life was there. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ലോകത്തോട് റിലേറ്റ് ചെയ്യാൻ തുടങ്ങിയ എല്ലാ സാഹചര്യങ്ങളും ഉള്ള ഒരു മോഡേൺ കാലം തുടങ്ങിയ സമയത്താണ് ഹാനോക്ക് ജീവിച്ചത്. So we can assume that Enoch was living in a period where almost a modern city life started. നമുക്കറിയാവുന്ന കാര്യമാണ്, ഈ സിറ്റി ലൈഫിലാണ് ദൈവ വഴി വിട്ടുപോകാനായിട്ടുള്ള സാഹചര്യം ഉള്ളത്. There is usually a possibility to deviate from the way of God when we are in a city life. നമുക്കറിയാം, സിയാറ്റിൽ വിട്ട് വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ കൺസർവേറ്റീവ് ക്രിസ്ത്യൻസ് മാത്രമേ ഉള്ളൂ. If we go away from this Seattle area, we can see a lot of conservative Christians. നമ്മൾ ഇടയ്ക്ക് പറയല്ലേ, കാട്ടിലൊക്കെയാണ് ആത്മീയനായിട്ട് ജീവിക്കുന്നതിന് എന്നാ കുഴപ്പമെന്ന്. We usually tend to say that if we are living in a forest, what is the problem to live as a Christian? പക്ഷേ ഹാനോക്ക് അങ്ങനെ ആയിരുന്നില്ല. സിറ്റി ലൈഫ് ആരംഭിച്ച കാലഘട്ടത്തിൽ ദൈവത്തോടു കൂടെ നടന്നു. But Enoch was not like that. The city life was starting there. During that period, Enoch was living and was walking with God. കുഞ്ഞുങ്ങളെ, കോളേജ് ലൈഫ് തുടങ്ങുകയാണ്,
ടീനേജിന്റെ ലേറ്റ് ടീനേജിലേക്ക് വരികയാണ്. പക്ഷേ ഹാനോക്കിനെ പോലെ ഏത് സിറ്റിയിലാണേലും ഏത് യൂണിവേഴ്സിറ്റിയിലാണേലും ദൈവത്തോടു കൂടെ നടക്കണം. അതാണ് നമ്മുടെ ഐഡന്റിറ്റി. So, my dear children, you are almost all people are going to end their teenage years, and you are all about to start a career or entering into college. But wherever you are, you always have to walk with God. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്ന കാലം അത്രയും സുഖകരമായ കാലമല്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. I am explaining here that when Enoch decided to walk with God, that period was not that easy to walk with God. കാരണം നമ്മളെ പോലെ തന്നെ സിറ്റി ലൈഫ് ആരംഭിച്ച ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. So like each one of us, during that time period also, a type of city life started there. നോക്കിയേ, അദ്ദേഹം ദൈവത്തോടു കൂടെ നടന്ന ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത സിറ്റി ലൈഫ് തുടങ്ങിയ കാലം. So one importance of the period during the time when Enoch was lived, that time period was the time where city life started. ഇനി 4:21 ഒന്ന് നോക്കിയേ. 4:21 അവന്റെ സഹോദരന് യൂബാൽ എന്നു പേർ. ഇവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. Can you please read in English? His brother's name was Jubal. He was the father of all who played stringed instruments and pipes. അങ്ങനെങ്കിൽ നോക്കിയേ, സകലവിധമായ മ്യൂസിക്കിന്റെയും പിതാവ് ആരാന്നാ വായിക്കുന്നേ? Jubal. നിങ്ങൾ വാക്യം കണ്ടോ? We can see that almost all the instruments' father was mentioned in this chapter, verse 21. അല്ലെങ്കിൽ എല്ലാ കലാപരമായ കാര്യങ്ങളുടെയും തുടക്കം അവിടെയാണ്. So basically we can see that almost all the cultural activities beginning over there. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ വളരെ ടെക്നോളജികളുടെ ആരംഭം അവിടെയാണ്. We can see a lot of musical instruments with the technology is about to start there. ഇന്ന് നമ്മുടെ ഇരിക്കുന്ന എല്ലാ സാധനത്തിന്റെയും പിതാവാരായിരുന്നു എന്ന് ചോദിച്ചാൽ ജനസിസിൽ നമ്മൾ വരേണ്ടി വരും. If we look at all the musical instruments currently we are playing, and if we want to know who is the father of all these instruments, then we need to turn our attention to the book of Genesis. നമ്മുടെ ടെർമിനോളജി പറഞ്ഞാൽ വളരെ എന്താ പറയാ, വലിയ യൂണിവേഴ്സിറ്റിയോ മ്യൂസിക് കോളേജോ ഒക്കെയുള്ള കാലമാണ് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന കാലം. We can say that Enoch was walking with God during a time period, a great university or a type of something for the artistic origin also was going. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്ന, ഹാനോക്ക് ദൈവത്തിന് വേണ്ടി സംസാരിച്ച, ഹാനോക്ക് ദൈവത്തോടൊപ്പം എടുക്കപ്പെട്ട കാലം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു പുരാതന കാലമൊന്നും ആയിരുന്നില്ല. എല്ലാം കൊണ്ടും ഡെവലപ്ഡ് ആയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് ആ ഭക്തൻ ദൈവത്തോട് കൂടെ നടന്നത്. We may think that Enoch was walking in an old age, but he was walked with God, he pleased God, he prophesied God, and he was taken by God during in a time period where all the technology or the cultural things were about to begin. Praise the Lord. ഇനി നിങ്ങൾ പറഞ്ഞു ഇന്ന് കീബോർഡ് ഉണ്ട്, അന്ന് അവിടെ ഉണ്ട് സാധനങ്ങളെല്ലാം. Maybe you are saying that nowadays we can play on the keyboard and worship God. ഇന്ന് അതിനുള്ള കോളേജുകളുണ്ട്, യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പക്ഷെ ഇതെല്ലാം അന്നും ഉണ്ട്. Nowadays we can see a lot of activities like a cultural arts colleges, but during the time period when Enoch was lived, at that time also art were there. അതിന്റെ നടുവിലും ഹാനോക്ക് വചനമനുസരിച്ച് ജീവിച്ചു, ദൈവത്തോട് കൂടെ നടന്നു. But during that time period also, Enoch chose to walk with God. ഇനി ആരും പറയരുത് ഹാനോക്കിനൊക്കെ ആകാവല്ലോ, നമ്മുടെ കാലമല്ലേ ഭയങ്കര പോസ്റ്റ് മോഡേൺ യുഗം. നോ, എല്ലാ കാലത്തും ഒരുപോലായിരുന്നു. So no one ever mentioned like this. Enoch was walking in an old age. That's the reason he was able to walk with God. Do not mention that, because that time period also a kind of similar to the current age. മൂന്നാമത്തെ പ്രത്യേകത, The third important point. 23 and 24 നോക്കിയ ചാപ്റ്റർ 4ന്റെ 4 verses 23 and 24 വാക്യം. ലാമക്ക് ഇംഗ്ലീഷിൽ അങ്ങ് വായിച്ചാൽ മതി, സമയം. Lamech said to his wives, Ada and Zillah, listen to me, wives of Lamech. Hear my words. I've killed a man for wounding me, a young man for injuring me. If Cain is avenged 7 times, then Lamech 70 times 7. നിങ്ങൾ വാക്യം കണ്ടോ? Have you all ഈ വെല്ലുവിളിയും യുദ്ധപ്രഖ്യാപനവും ഒന്നും ഇന്ന് തുടങ്ങിയൊന്നും അല്ലെന്നാ ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം.
The challenges or arguments didn't even start during our time period. അന്നേ അദ്ദേഹം പറയുകയാണ്, ഒരുത്തൻ എന്നെ, നിങ്ങൾ ആ കമ്പാരിസൺ 23-ലെ കമ്പാരിസൺ നോക്കിയാൽ ലാമക്ക് എന്നാ ഒരു വില്ലനായിരുന്നു. അവൻ പറഞ്ഞ വാചകം കേട്ടോ, എന്റെ പരിക്കിന്, എന്റെ മുറിവിന് ഞാൻ ഒരുത്തനെ കൊല്ലുന്നു. Lamech was such a violent man. We can see that he was stating like this: if a person wounding me, I am going to kill him. 22-ാമത്തെ വാക്യം വായിച്ചാൽ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. വേഴ്സ് 22. If we read verse 22, we can see another point. Zillah also had a son, Tubal-Cain, who forged all kinds of tools out of bronze and iron. Tubal-Cain's sister was Naamah. മതി മലയാളത്തിലൂടെ ഒന്ന് വായിച്ചാൽ എല്ലാവരും ഒന്ന് കേട്ടോട്ടെ, അത് വായിക്കാൻ ബുദ്ധിമുട്ടല്ലെങ്കിൽ. സില്ല തൂബക്കൈനെ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. അങ്ങനെങ്കിൽ നോക്കിയ യുദ്ധപ്രഖ്യാപനം നടത്തുക മാത്രമല്ല, യുദ്ധത്തിന് ആയുധങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയ കാലമാണ് ഹാനോക്ക് ജീവിച്ച കാലം. We are reading from these verses that during that time period, not only wars were about to start, because all the weapons were also being created. അന്യോന്യമുള്ള വിരോധവും വൈരാഗ്യവും പരസ്പരമുള്ള യുദ്ധങ്ങളും അതിനുവേണ്ട ആയുധങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്തു തുടങ്ങിയ കാലം. Hatred, rage, war, all these things started during that time period. ഇതിന്റെ നടുവിൽ ഒരുവൻ ദൈവത്തോട് കൂടെ നടക്കുകയാണ്. In the midst of all these, one person who is walking with God. ഇതിന്റെ നടുവിൽ ഒരുത്തൻ ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ്. In the midst of all these, a person who is pleased. ഇതിന്റെ നടുവിൽ ഒരുവൻ ദൈവത്തിനായിട്ട് സംസാരിക്കുകയാണ്. In the midst of all these, a person who is ഇതിനകത്ത് prophesying. ഒരുവനെ മാത്രം തമ്പുരാൻ എടുത്തുകൊണ്ട് പോവുകയാണ്. In the midst of all these people, God is only taking away one person. സ്തോത്രം. Amen. അങ്ങനെങ്കിൽ നിങ്ങൾ പറഞ്ഞു, കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്ന കാലവും നമ്മുടെ കാലവുമായിട്ട് വല്ല വ്യത്യാസമുണ്ടോ? So children, please think whether any difference the time period during Enoch was living and the time period currently we are living. എനിക്ക് തോന്നുന്നു നമ്മളെക്കാൾ മോഡേൺ ആയിരുന്നെന്ന് ഹാനോക്കിന്റെ കാലം. I was thinking that maybe Enoch was living in a kind of a little bit advanced age than the current time period. Praise Lord. Amen. അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവവചനം കേൾക്കുന്ന സകല ആളുകളോട് ഞാൻ പറയാം, നമ്മുടെ പ്രായത്തിൽ നിന്ന് അടുത്ത കോളേജ് ലെവലിലേക്കോ യൂണിവേഴ്സിറ്റി ലെവലിലേക്കോ ഒക്കെ നമ്മൾ പോകുമ്പോൾ ഈ കാര്യം ഓർത്തോണം, ഭക്തന്മാർ ജീവിതത്തിലെ എല്ലാ സാഹചര്യത്തിലും ദൈവത്തോട് കൂടെ നടന്നു. So my dear children, wherever you are going to be placed after a few years, always bear in your mind that a child of God is always always walking with God. സ്തോത്രം. Amen. കഴിഞ്ഞ ആഴ്ച ഞാൻ വായിച്ചൊരു വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? തിയററ്റിക്കൽ എത്തീസ്റ്റ് ആൻഡ് പ്രാക്ടിക്കൽ എത്തീസ്റ്റ്. Last week I read a verse about theoretical atheist and a practical atheist. നമ്മുടെ പ്രസംഗത്തിലും പാട്ടിലും പറച്ചിലും ഒക്കെ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. When we preach or when we sing, we are tending to say that we are children of God. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മൾ പ്രാക്ടിക്കൽ എത്തീസത്തിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ ഫസ്റ്റ് ടൈറ്റസിന്റെ ലേഖനത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വായിച്ചത്. Last week we read from the book of Titus that in reality when we come to our own life, we tend to go to a kind of practical atheism. സിറ്റി ലൈഫ് തുടങ്ങിയായിരുന്നു, ടെക്നോളജി വളർന്നായിരുന്നു, യുദ്ധപ്രഖ്യാപനം നടക്കുന്നുണ്ടായിരുന്നു, യുദ്ധ സാമഗ്രികൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം നടുവിൽ ഹാനോക്ക് വചനമനുസരിച്ച് ജീവിച്ചു എന്നാണ് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. We can see that city life started, war started, the weapons for wars were being created, all the technology for the artistic things were being developed. During all these time period, a person, Enoch, was walking with God. നമ്മൾ 5:22 വായിക്കുമ്പോൾ, When we read from chapter 5 verse 22, 21 ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു എന്നാണ് വാക്യം. we can read like this: Enoch, when he was 65 years old, he begat Methuselah. മെഥൂശലഹിനെ ജനിപ്പിച്ചതിന് ശേഷം 300 സംവത്സരം ജീവിച്ചിരുന്നു. And Enoch walked with God after he begat Methuselah 300 years. എന്നിട്ട് അടുത്ത കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്,
ഈ വാസ്തവത്തിൽ ആ ഭാഗം ശ്രദ്ധിച്ചു വായിച്ചാൽ മെഥൂശലേഹിനെ ജനിപ്പിച്ചതിന് ശേഷമാണ് ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് പറ്റും. We can see clearly that after Methuselah was born, then Enoch walked with God for 300 years. ഞാൻ അതിനെ ഇങ്ങനെ അങ്ങ് കൊണ്ടുവരാം. So I'm going to bring like this. തന്റെ കൂടെയുള്ള ആരും നടന്നതായി രേഖയില്ല. There is no record where no one else walked with God other than Enoch. തന്റെ കുടുംബത്തിന് ഇത്രയും വെളിച്ചമുണ്ടായിരുന്നോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. We don't even know whether any of his family members have this type of revelation about God. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ഹാനോക്ക് ആത്മീയനായി ജീവിക്കുന്നതിന് കുടുംബം സപ്പോർട്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല. We may not even know whether the family members are supportive to Enoch to walk with God. പക്ഷെ അതിന്റെ നടുവിലും ഹാനോക്ക് ഒറ്റയ്ക്ക് ദൈവത്തോട് കൂടെ നടന്നു. But during all these situations, Enoch chose to walk with God. എന്റെ ആത്മീയതയുടെ ഉത്തരവാദി ഞാൻ മാത്രമാണ്. The spiritual responsibility of each person is they are themselves. എന്റെ ലൈഫ് പാർട്ണറെയോ എന്റെ മക്കളെയോ എന്റെ ജോലിയോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഹാനോക്ക് ജീവിച്ച കാലഘട്ടം മുഴുവൻ പ്രതിസന്ധിയായിരുന്നെങ്കിലും ആ സഹോദരൻ ദൈവത്തോട് കൂടെ നടന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ചു. We are unable to give like complaining. We are unable to complain about our family members are the barriers or the household members are the barriers for the spiritual life. We can see that no one else in Enoch's family members are following a God, but during this situation, Enoch, the only person who is walking with God. എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് പ്രാർത്ഥിക്കുകയല്ല, അതുകൊണ്ട് പിന്നെ ഞാനും അങ്ങനെ കൂടി ഇപ്പം ഞാനും പ്രാർത്ഥിക്കുകയല്ല. ഹസ്ബൻഡിനെ ബ്ലെയിം ചെയ്യാൻ പറ്റുകയല്ല. സ്പിരിച്വാലിറ്റി പേഴ്സണലാണ്. We cannot blame whether our husband or wife, if they are praying or not. We cannot complain. Spirituality is truly a personal thing. ഇവിടെ നമ്മൾ ഹാനോക്കിനെ ആ ഭാഗം ശ്രദ്ധിച്ചു വായിച്ചാൽ അറിയാം, റെസ്പോൺസിബിലിറ്റി കൂടിയപ്പോഴാണ് അദ്ദേഹം ആത്മീയനായത്. We can see very clearly that as his responsibility in his own life increased, he walked more and more with God. നമ്മളാണ് പഠിക്കാനുണ്ടെങ്കിൽ സൺഡേ വരികയില്ല. ഹാനോക്ക് അങ്ങനെ ആയിരുന്നില്ല, നേരെ തിരിച്ചായിരുന്നു. We usually tend to skip Sunday services if we have anything more to study or prepare. സ്നേഹത്തോടെ അങ്ങ് പറയാം, ഇനിയിപ്പം ഈ വെയിലുമൊക്കെ വരികയല്ലേ, എവിടെയെങ്കിലൊക്കെ കറങ്ങാനൊക്കെ പോകാൻ നമുക്ക് ഒത്തിരി ടെംപ്ടേഷനുണ്ട്. ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് പോകുന്നതിന് ഒരു കുഴപ്പമില്ല. സൺഡേ എങ്ങും പോയത് ഇവിടെ വന്നേക്കണം. So as the weather is getting better, maybe people are tend to taking some vacation to go away. It is okay to take some days off from work, but it is not okay to take an off for the ഞാൻ പറഞ്ഞത് റെസ്പോൺസിബിലിറ്റി കൂടിയപ്പോഴാണ് ഹാനോക്ക് നടന്നേ. So basically I am giving you the importance that as Enoch's responsibility increased, he tend to walk more and more with God. നമ്മളാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ റെസ്പോൺസിബിലിറ്റി കൂടി കഴിയുമ്പോൾ, ജോലിഭാരം കൂടി കഴിയുമ്പോൾ, മക്കളുടെ പഠനത്തിന് ടെൻഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ആകെ അവോയ്ഡ് ചെയ്യുന്നത് ആത്മീയതയാണ്. ഹാനോക്ക് അങ്ങനെ ആയിരുന്നില്ല. മക്കൾ ജനിച്ചു കഴിഞ്ഞ് അതിനുശേഷമുള്ള മക്കളും ഒക്കെ ജനിച്ചു കഴിഞ്ഞ് ദൈവം കൊടുത്ത ആയുസ് ദൈവത്തോട് കൂടെ നടന്നു. We are not like this character at all. When we have more responsibilities regarding our children or any type of career matters, we tend to avoid spiritual matters or walking with God. But Enoch was not such a character. He preferred or he chose to walk with God when responsibilities increase. നമ്മൾ ജൂഡിൽ കഴിഞ്ഞ ആഴ്ച വായിച്ച വാക്യം ഇങ്ങനെയാണ്. Last week we read from the book of Jude like this. തന്റെ കാലത്തെ ഒരു തലമുറ ഹാനോക്കിനെതിരായിരുന്നു എന്നാണ് വാക്യം. During his generation, a group of people were against to this character Enoch. ഹാനോക്ക് അവിടെ നിന്നുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റി ഒരു പ്രവചനം പറയുകയാണ്. Enoch was standing there and he was prophesying about the second coming of our Lord Jesus. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയേ. ജൂഡ്, ബുക്ക് ഓഫ് ജൂഡ്, വേഴ്സസ്. Enoch, the seventh from Adam, prophesied about them. See, the Lord is coming with thousands upon thousands of his holy ones to judge everyone and to convict all of them of all the ungodly acts that they have committed in their ungodliness and of all the defiant words
ungodly sinners have spoken against him. മതി. മലയാളത്തിലൊന്ന് വായിച്ചേ. ഹാനോക്ക് ജീവിച്ച കാലഘട്ടത്തിൽ തന്റെ സർക്കംസ്റ്റാൻസസ് ആണ് ആ വാക്യം. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തിവെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും. വാക്യം കണ്ടോ? We can see a specific phrase over there. All the hard things which ungodly sinners have spoken against him. തന്റെ കുടുംബം തന്റെ കൂടെ നടന്നോ എന്ന് നമുക്കറിയില്ല. We are not sure whether his family members also walked along with him. എന്നാൽ തന്റെ നൈബേഴ്സ് തന്റെ കൂടെ ദൈവത്തോടൊപ്പം നടന്നില്ലെന്ന് മാത്രമല്ല, നടന്ന ഹാനോക്കിനെ അക്യൂസ് ചെയ്യുന്ന ഒരു തലമുറയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. But we can see that some of his neighbors or the relatives were not only didn't walk with Enoch, but also they tend to accuse the person എന്റെ Enoch. പ്രിയപ്പെട്ടവരെ, തന്റെ ആത്മീയതയെ ചോദ്യം ചെയ്യുന്ന തലമുറയുടെ നടുവിലും ഹാനോക്ക് വചനമനുസരിച്ച് ജീവിച്ചു. This person Enoch was being questioned or argued, like cursed, scolded by their relatives or friends about his walk with God, but still he preferred to walk with God. അങ്ങനെങ്കിൽ കുഞ്ഞുങ്ങളെല്ലാവരും എന്നെ നോക്കിയേ. ഹാനോക്ക് നടന്ന കാലം ഏതായിരുന്നു? So, dear children, please look at me and think, what is the time period that where Enoch were lived? ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച കാലം ഏതായിരുന്നു? Enoch pleased God. What was the time period? ഹാനോക്ക് ദൈവത്തിനായിട്ട് സംസാരിച്ച കാലം ഏതായിരുന്നു? Enoch prophesied for God. What was the time period? ഹാനോക്കിനെ ദൈവം എടുത്തുകൊള്ളപ്പെട്ട കാലം ഏതായിരുന്നു? Enoch was taken away by God. What was the time period? സിറ്റി ലൈഫ് തുടങ്ങിയ കാലം, The city life started. ടെക്നോളജി തുടങ്ങിയ കാലം, The technology started. യുദ്ധം തുടങ്ങിയ കാലം, The war started. അതിനുള്ള ആയുധങ്ങൾ ഉണ്ടാക്കിയ കാലം, The weapons for wars were about to begin. കുടുംബം കൂടെ നടക്കാത്ത കാലം, The family members were not walking with him. നടന്നില്ലെന്ന് മാത്രമല്ല, നാട്ടുകാരും മുഴുവൻ തനിക്കെതിരായ കാലം. അപ്പോഴും കൂടെ നടന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന് വേണ്ടി സംസാരിച്ച് ദൈവത്തെങ്കിലേക്ക് എടുക്കപ്പെട്ട ഭക്തനായ മനുഷ്യന്റെ പേരാണ് ഹാനോക്ക്. Not only any family members were walked with him, but they all started to speak against him during that time period. A person who was pleasing God, who was speaking on behalf of God, and who was taken away by God, and who was walking with God. നിങ്ങൾ 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ജെനസിസ് നോക്കിയാൽ 6:5 നോക്കിയാൽ, If you look into Genesis chapter 6 verse 5, അങ്ങനെ ഒരു കാലം അതിനുശേഷം ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. 6:5 ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത ഏറ്റവും പെരുകിയെന്നാണ് വായിക്കുന്നത്. we can see in that portion, we can see the wickedness of man was great on the earth that time period. ഇന്നാണെങ്കിൽ ഒരുപക്ഷെ സിറ്റിയിൽ ആ വിക്കറ്റ്നസ് ഒത്തിരി ഉണ്ടായിരിക്കാം, എന്നാൽ പല സ്ഥലങ്ങളിലും വിശുദ്ധിയോടെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. Maybe during our time period, city life was all very famous. But even though a lot of truly faithful people are living currently. ഈ ദൈവവചനം ആണ് സുപ്രീം എന്ന് വിശ്വസിക്കുന്ന 28 കോടി ജനം ഇന്ന് ഭൂമിയിലുണ്ടെന്നാണ് പറയുന്നത്. In a writing, it is saying that almost 28 crores of people are still believing the scriptures and obeying the scriptures and walking. സ്ക്രിപ്ചർ ഈസ് അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. A group of people who are believing that the scripture is the ultimate authority. എന്നാൽ അന്നത്തെ കാലത്ത് വിരളിൽ എണ്ണാൻ ഒരുത്തം പോലും ഉണ്ടായിരുന്നില്ല. But during that time period, there was not even one to point out or number. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത്, ആ കാലഘട്ടത്തിൽ നോഹ ദൈവത്തോട് കൂടെ നടന്നു. In the chapter 6 verse 1, we can see that during that time period, Noah started to walk with God. Praise Lord. Amen. അതുകൊണ്ട് നമുക്ക് ഒരു എക്സ്ക്യൂസും പറയാനായിട്ടില്ല. നമ്മുടെ സാഹചര്യമോ നമ്മുടെ പ്രതിസന്ധികളോ നമ്മുടെ കഷ്ടതകളോ ഒന്നും നമ്മൾ ആത്മീയനായി ജീവിക്കുന്നതിന് തടസ്സമാകരുത് എന്നൊരു മുന്നറിയിപ്പാണ് ഹാനോക്ക് നമുക്ക് നൽകുന്നത്. So basically this Enoch was giving us a warning that we do not have anything to complain. That is the reason which
which I am unable to walk with God. അങ്ങനെങ്കിൽ ഞാൻ അടുത്ത ഭാഗത്തേക്ക് പെട്ടെന്ന് പോകാം. So I am going to move you into another portion. മറക്കരുത്, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്ന കാലഘട്ടം. Please do not forget that Enoch walked with God. That time period, please never forget from your ഈ mind. തിരുവെഴുത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും വിശുദ്ധന്മാരായി ജീവിച്ച ആളുകളുടെ പഠനം നമ്മുടെ ഹൃദയത്തിൽ നിറച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെയും വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് സഹായിക്കും. If you keep and bear in your mind the saint's life, then Holy Spirit will enable us also to live a godly and a holy life during our short period on this earth. അങ്ങനെ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതിനാൽ Since Enoch walked with God, രണ്ട് ബെനഫിറ്റ്, നേട്ടങ്ങൾ ഹാനോക്കിനുണ്ടായി. there were, we can see two benefits happen to Enoch. ഒന്ന്, One is, നമ്മൾ യൂദായുടെ ലേഖനത്തിൽ വായിച്ച വാക്യം കണ്ടോ, ഒന്നാമത് കർത്താവ് വരുന്ന കാര്യമല്ല വാക്യം, രണ്ടാമത് കർത്താവ് വരുന്ന വാക്യമാണ് ആ കാര്യം. we can see in the book of Jude, he was prophesying not about Lord's first coming, but he was mentioning about the second coming of the Lord. ഒന്നാമത് വരുന്നതിന് മുമ്പ് രണ്ടാം വരവ് പ്രവചിച്ചു. Before his first coming happened, a person is prophesying about the second coming of the Lord. അത് നമുക്ക് പിന്നാലെ വിശദീകരിക്കാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആ കൃത്യം ആ എക്സ്പോസിഷനിൽ നിന്ന് പോകരുത്. കൂടെ നടന്ന കാലഘട്ടം, കൂടെ നടന്നതിനാൽ ലഭിച്ച പ്രയോജനം, ഇതാണ് നമ്മൾ പോകുന്നത്. We are going to think about the benefit of walking with God. ഒന്ന്, രണ്ടാം വരവ്, ഒന്നാമത് കർത്താവ് വരുന്നതിന് മുമ്പേ അദ്ദേഹം ദൂതായിട്ട് അങ്ങ് പറഞ്ഞു. He was able to prophesy the second coming of the Lord before the first coming even began. രണ്ടാമത്തെ പ്രത്യേകത, രണ്ടാമത്തെ ബെനിഫിറ്റ്, the second benefit is, തന്റെ മകന് കൊടുത്ത പേരെന്നാന്നറിയാം? do you know what the name he gave to his own son? ഓ, ആ വാക്യം നോക്കി, മെഥൂശലേഹ്. Methuselah. എന്താ ആ പേരിന്റെ അർത്ഥം എന്നറിയാമോ? Do you know the meaning of the name Methuselah? Anyone? ഞാനങ്ങ് പറയാം, കേട്ടോളൂ. ട്രാൻസ്ലേറ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. When he die, that will happen. അതായിരുന്നു മെഥൂശലേഹ് എന്ന പേരിന്റെ അർത്ഥം. That was the meaning of the name Methuselah. ഇനിയും ഞാൻ മറ്റൊരു സന്ദേശത്തിൽ അതിൻ്റെ കാലഘട്ടം കൊണ്ടുവരാം. ഞാൻ ഈ കാലഘട്ടമൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ബോറായിട്ട് പോകും. അതുകൊണ്ടല്ല ഞാൻ അതിൻ്റെ ആ എണ്ണവും പ്രായവും അല്ലെങ്കിൽ ആ ആയുസും ഒക്കെ ഞാൻ എഴുതി നോട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. I would like to give you the background of all that time period. I have prepared, but I am not going to. മകൻ ജനിച്ചപ്പോൾ പേരിട്ടു മെഥൂശലേഹ്. When he got a son, he gave a name to his child. ആ ഹീബ്രു പേരിന്റെ അർത്ഥം അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കുമെന്നാണ്. The meaning of that word meaning is, when he die, that thing will happen. മെഥൂശലേഹ് ജനിച്ചപ്പോൾ നമുക്കറിയാം ലാമെക്കിന്റെ തലമുറ അധാർമികതയിലേക്ക് പോവുകയാണ്. When Methuselah was born, the next generation was going to immorality. ആ നെക്സ്റ്റ് ജനറേഷൻ അല്ല, ആ സെയിം പാരലൽ മറ്റൊരു ജനറേഷൻ. Yeah, the other generation. അത് നിങ്ങൾ 4 and 5 ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണേ വേദപുസ്തകം, പ്ലീസ്. So please read carefully chapter 4 and 5 from the book of Genesis. ആ സാഹചര്യത്തിൽ മെഥൂശലേഹ് എന്ന ദൈവം പറഞ്ഞിട്ടൊരു പേരിട്ടു. So God told him, and he put this name Methuselah for his son. പ്രിയപ്പെട്ടവരെ, മെഥൂശലേഹിന്റെ മരണവും അത് സംഭവിച്ച കാലം കൂടെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ, If we calculate the time period when Methuselah died and the thing started, എങ്ങനെ ഒന്ന് പറയണ്ടേ, മെഥൂശലേഹ് മരിച്ചതിന് ശേഷമാണ് നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കം നടന്നതെന്നാണ് ഈ ചരിത്രം നമ്മളോട് പറയുന്നത്. the history is showing like this: when Methuselah died, the flood and all the story of Noah started. സങ്കീർത്തനത്തിനകത്തൊരു വാക്യമുണ്ട്, അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ അത്രയും ക്ലിയർ അല്ല. യഹോവയുടെ സഗിത്തം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും,
അവൻ അവരെ അവന്റെ രഹസ്യങ്ങൾ അറിയിക്കുമെന്നാണ് വാക്യം. In Psalms, there is a verse that his companionship is with the one who fears or walk with God, and he will let them know the rule or the law. ദൈവത്തിന്റെ ആ സീക്രട്ട് അറിയിക്കും. He will reveal the secret of God to നോക്കിയേ, the person. ഹാനോക്ക് പേരിടുക മെഥൂശലേ. Enoch was giving a name, Methuselah. അല്പകാലം കഴിഞ്ഞപ്പോഴാണ് നോഹ ഉണ്ടാകുന്നത്. After that, a person is coming into the picture. നോഹ പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. Noah about to begin his preaching. ദൈവം പറഞ്ഞു ഈ ജനത്തിന്റെ ആയുസ് 120 വർഷമാക്കും. Then God was commanding that the generations time period, the birth, the life on this earth is I'm going to shorten in 100s. 120. In 120. ആ 120 എന്നുള്ളത് മനുഷ്യന് നൽകാൻ പോകുന്ന പ്രായത്തിന്റെ കാര്യമല്ല. That 120 is not the age of a human being. മറിച്ച് ഇനി ആ ദൈവത്തിന്റെ ആ ഇടപെടൽ ഭൂമിയിൽ നടക്കാൻ 120 years എന്നാണ് അതിന്റെ അർത്ഥം. The meaning of that 120 is almost God's intervention to that circumstances needed almost 120. എന്ന് പറഞ്ഞാൽ നോഹ ദൈവത്തിന്റെ സന്ദേശം പറയാനായിട്ട് ഇത്രയും കാലം കൂടെ ഉള്ളൂ എന്ന് ജനത്തോട് പറഞ്ഞു. Noah was preaching to the next generation that it only this much period left before the Lord's appearance. മെഥൂശലഹ് മരിക്കുന്നു. Methuselah was dying. വെള്ളം പൊങ്ങുന്നു. Flood was coming. ജനം തീരുകയാണ്. Almost all the people are removed അവൻ from the മരിക്കുമ്പോൾ അത് സംഭവിക്കുന്നു. When he was being born, the other thing is going to ഹാനോക്ക് happen. ദൈവത്തോട് കൂടെ നടന്നതുകൊണ്ട് സങ്കീർത്തനത്തിനകത്തെ വാക്യം പോലെ നമുക്കും പറയണം, യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ അവരെ അവരുടെ രഹസ്യങ്ങളെ അറിയിക്കും. So since Enoch was walking with God, please do not forget from the verse from the Psalm, the Lord's companionship is with the one who walks with him, and he will let the secret know to that person. ന്യായമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നുകൊണ്ട് തമ്പുരാന്റെ അരുളപ്പാട് ഹാനോക്കിന് കിട്ടി. ആ അരുളപ്പാടിനാലാണ് മെഥൂശലേഹ് എന്ന പേരിട്ടത്. Since Enoch walked with God, Enoch got the revelation or the secret of God. That is the reason Enoch gave a name to his son Methuselah. പ്രിയപ്പെട്ടവരെ, തമ്പുരാനോട് ചേർന്ന് നടന്നാൽ, If you walk with God, തമ്പുരാനോട് ചേർന്ന് നടക്കാന്ന് പറഞ്ഞാൽ ദൈവവചനത്തോട് ചേർന്ന് നടന്നാൽ, if you walk along by obedience to the scriptures, നിശ്ചയമായിട്ടും അന്നിടപെട്ട ദൈവം നമ്മോടും ഇടപെടും. അതാണ് ദൈവവചനത്തെ ലിവിംഗ് വേർഡ് എന്ന് വിളിക്കുന്നത്. നാം ദൈവവചനത്തോട് ചേർന്ന് നടന്നാൽ മതി. അവൻ തന്റെ രഹസ്യം തന്റെ ഭക്തന്മാരെ അറിയിക്കും. so if you prefer to walk with God, then our God will reveal the secrets to you or me, whoever is prefer to walk with God. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണെന്നറിയാമോ? One of the best examples I'm going to say about this. നമുക്കറിയാം, സോദോമിന്റെയും ഗോമോറയുടെയും പാപം ദൈവം കണ്ടു. Lord saw the sin of Sodom and Gomorrah. ആ കാലഘട്ടത്തിൽ ദൈവത്തോട് കൂടെ നടന്നു എന്ന് വാക്യം അതുപോലെ എഴുതിയിട്ടില്ലെങ്കിലും ദൈവവചനം കേട്ട് ജീവിച്ച ഒരു ഭക്തനുണ്ടായിരുന്നു, പേര് അബ്രഹാം എന്നായിരുന്നു. We cannot see a verse like this. Abraham was walking with God, but there was a saint who was living during that period, Abraham. നമുക്കറിയാം, 3 ദൂതന്മാർ അബ്രഹാമിന്റെ വീട്ടിൽ വരികയാണ്. We know that 3 angels were visiting Abraham's household. അങ്ങനെ ആ കോൺവെർസേഷൻ നടന്നു. അവിടുത്തെ കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയാനായിട്ടുണ്ട്. There was a lot of things I need to tell. A conversation was beginning. പക്ഷേ ഒരു വാക്യം ഒന്ന് വായിക്കാമോ? ജനസിസ് 18:17. 18:17. 18-ാം അധ്യായം 17-ാം വാക്യം. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, അബ്രഹാമിനോട് പറയുകയാണ്. അപ്പോൾ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? മതി വാക്യം കേട്ടോ. ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? We can see here that in the book 17 verse, God, Jehovah was saying like this, shall I hide from Abraham that which I am going to do? അബ്രഹാമിനെ തിരുവെഴുത്ത് വിളിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹിതൻ എന്നാണ്. We can see that Abraham was called as the friend of God. നമുക്ക് കൃപയാൽ അതിനേക്കാൾ പദവി നൽകിയിട്ടുണ്ട്. We received a greater privilege than that. അത് വളരെ ദൈവത്തിന്റെ മഹാകരുണയാണ്. നമ്മളെ മക്കളാക്കി കർത്താവ് തീർത്തു.
By his abundant grace and mercy, he chose us to his അബ്രഹാമും children. ദൈവത്തിന്റെ മകൻ തന്നെയാണ്. Abraham was also his child, എന്നാൽ നമ്മളെ പറ്റി അത് എടുത്തു പറഞ്ഞേക്കുകയാണ്. but we are being mentioned a kind of repeatedly. അബ്രഹാമിനോട് യഹോവ പറയുക, Abraham was being told by the Lord God. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ സ്റ്റക്കായി നിന്നു. When I was reading this scripture, I got stuck over here. നിങ്ങൾ നോക്കി, ഒരു പച്ച മനുഷ്യനാണ് അബ്രഹാം. Just to think, Abraham was an ordinary man. അബ്രഹാമിനോട് ദൈവം പറയുക, നിന്നോട് പറയാതെ ഞാൻ എന്തെങ്കിലും ചെയ്യുവോ? God, Jehovah was asking, shall I hide from anything that which I do from you? സ്തോത്രം. Hallelujah. ഹാനോക്കിനോട് പറഞ്ഞത് മറ്റൊരു ടോണായിരുന്നു. ഏതാ? അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. Enoch was being told by God some other thing. When your child dies, something else will happen. നോഹയോട് പറഞ്ഞത് 120 വർഷമേ ഉള്ളൂ. Noah was being told by God that only 120 years. അബ്രഹാമിനോട് പറഞ്ഞത്, നിന്നോട് പറയാതെ ഒന്നും ഞാൻ ചെയ്യല. Abraham was being told that without hiding from you, I am not going to do anything. എന്താ? ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവത്തോട് കൂടെ നടന്നു. Do you know the reason of all these? Only one and one thing, that is, he preferred to walk with God. അവിടെ നിന്നോണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവര് തമ്മിൽ, അല്ലെങ്കിൽ അബ്രഹാമും ദൈവവും ഹാനോക്കും ദൈവവും നോഹയും ദൈവവും ഒക്കെ അങ്ങനെ ഇടപെടണമെങ്കിൽ അവർ തമ്മിലുള്ള പേഴ്സണൽ ഇന്റിമേറ്റ് ഫെലോഷിപ്പ് എത്രമാത്രം ഉണ്ടായിരുന്നു ഇത് ചോദിക്കേ. Just to think, if God wants to talk directly to Abraham and also to Enoch, also to Noah, just to think about such a big personal intimacy for this God with all these personalities. ഒന്ന് ചുമ്മാ ആലോചിച്ച് നോക്കിയാൽ മതി. Just to think. Praise the Lord. Hallelujah. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഇടയിൽ വചന ശുശ്രൂഷ വളരെ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കുന്ന ഇങ്ങോട്ട് വന്നിട്ട് വലിയ പ്രകടനം നടത്തുന്നതാണ് ശുശ്രൂഷ എന്ന. ഞാൻ അതിന് ടോട്ടൽ അഗെയിൻസ്റ്റ് ആണ്. എക്സ്പോസിറ്ററി സെർമൺ അല്ലാതെ ഒരു ചർച്ചിലും ഞാൻ പ്രസംഗിക്കില്ല. So we always tend to think that we have to come on a Sunday morning and praise and worship and go. But I don't agree with that. Or expositionally, teaching of the scripture is very essential. Nowadays it is lacking from almost all the churches. കഴിഞ്ഞ ഫ്രൈഡേ ഞാൻ പറഞ്ഞില്ലേ, ചെറി പിക്കിംഗ് പോലെ നമുക്ക് വാക്യം എടുക്കാൻ പറ്റില്ല. Last Sunday I mentioned that we are not supposed to cherry pick certain verses from the book of Bible. നോ, അങ്ങനെ റാൻഡം റീഡിംഗും പറ്റില്ല. Random reading is also not possible with respect to the പോള് scripture. എഫെസോസുകാരോട് പറഞ്ഞ കാര്യമാണ്, ഞാൻ നിങ്ങളോട് ദ ഹോൾ കൗൺസിൽ ഓഫ് ദ ലോർഡ് അറിയിച്ചെന്നാണ് പോള് പറഞ്ഞത്. Paul was mentioning to Ephesus that the whole counsel of the God is telling like, ആ വാക്യ, ആ ചില പദങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ദ ഹോൾ കൗൺസിൽ ഓഫ് ദ ലോർഡ്. Paul was mentioning a phrase like this, the whole counsel of God. സ്തോത്രം. അതുകൊണ്ട് നോക്കിയേ, ഇവിടെ ഈ ഭക്തന്മാരൊക്കെ നടന്ന കാലഘട്ടം സാഹചര്യം അനുകൂലമായിരുന്നില്ല. ഇവര് ദൈവത്തെ പ്രസാദിപ്പിച്ച കാലഘട്ടം ഒട്ടും അവർക്ക് പറ്റിയതല്ലായിരുന്നു ജീവിക്കാൻ. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദാറ്റ് പ്രോബ്ലം ആൻഡ് സർക്കംസ്റ്റാൻസസ് ദേ വാക്ക്ഡ് വിത്ത് ഗോഡ് ആൻഡ് ദേ പ്ലീസ്ഡ് ദെയർ മാസ്റ്റർ. Amen. Hallelujah. ഒരിക്കലും മറന്നു പോകരുത്. Please never forget that during all the difficult situations and circumstances, all these saints which we remembered tend to choose to walk with God. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, തമ്പുരാനോട് കൂടെ നടക്കണമെങ്കിൽ ആ തമ്പുരാന്റെ കൂടെ നടക്കുന്നതിന് തടസ്സമായിട്ടുള്ള എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ മാറ്റുക. There is no other way. If we wanted to walk with God, and we need to avoid the things which are a hindrance to make our God to walk with us. Are you following us? Hallelujah. ക്ലിയർ ആണോ സന്ദേശം? Hallelujah. ഇതിനകത്ത് Stotram. ഒരു മായവും ചേർക്കാനായിട്ട് നമുക്ക് അനുവാദമില്ല. ഇതാണ് തമ്പുരാൻ ഐപികോസിലെ ദൈവമക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. This is exactly our Father is expecting from all of us. ഉപദേശിക്കും ഇതിനകത്തൊന്ന് മാറി പ്രസംഗിക്കുകയല്ല, ഉപദേശി ഇതിനകത്ത് തന്നെയാണ്. I am also included in this context. എന്റെ ഭയം എന്നാന്നറിയാമോ? നിങ്ങളെക്കാട്ടും ഇത് വായിച്ച് മനസ്സിലായി പോയല്ലോ എന്ന ഭയമാണ്. I am always being afraid that I got a little bit more revelation than all of you. തിരുവെഴുത്ത് വായിക്കും തോറും കേൾക്കും തോറും we are more responsible. മറന്നു പോകരുത്.
please do not forget that as we read more, as we hear more, we are more accountable. കുഞ്ഞുങ്ങളെ, ഏത് നാട്ടിൽ പോയാലും തിരുവെഴുത്തിനനുസരിച്ച് ജീവിക്കണം. ഏത് സിറ്റി ലൈഫ് ആണെങ്കിലും തിരുവെഴുത്താണ് നമ്മുടെ ഗൈഡ്. ആ കാര്യം നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ ചേർന്നിരുന്നാൽ മറ്റാർക്കും മനസ്സിലാകാത്ത ദൈവവചനത്തിന്റെ വസ്തുതകളെ തമ്പുരാൻ നമുക്ക് വെളിച്ചം വീശി നൽകുമെന്നാണ് ഹാനോക്കിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. So my dear children, please never forget, wherever you go, always prefer to walk with God. Then God will reveal his secrets to you. ഞാൻ ചിലപ്പോൾ 1-2 ആഴ്ച അങ്ങോട്ട് ഇത് പറയുമായിരിക്കും. കാര്യം നടപ്പിന്റെ കാര്യം മാത്രമല്ല നമ്മൾ പറഞ്ഞല്ലോ, ഇനി പ്രസാദവും ദൈവത്തിനായിട്ട് സംസാരിക്കുന്നതൊക്കെ കിടക്കുകയാണ്. So I just mentioned only one point. He preferred to walk with God. The pleasing and the prophesying, all those things are coming after. നടപ്പ്, ഒരു കാര്യം കൂടി, എങ്ങനെ ഒരുമിച്ച് നടക്കാൻ പറ്റും? How can a person be able to walk with the God? നമുക്കറിയാം, നമ്മൾ ചില ആളുകളുടെ കൂടെ എന്നാ വിളിച്ചാലും പോവല്ല. So think about yourself. If some person call you to go somewhere, do you agree or ready or happy to go with that person? കാര്യം തന്നെ, ഞങ്ങൾ തമ്മിൽ ചേരുകയില്ല, അത്രേ ഉള്ളൂ. So basically, if you are not getting along with a person, you won't prefer to go with that person. കാരണം നമ്മൾ എഗ്രി ആകത്തില്ല, ആശയങ്ങളിൽ ഒക്കുകയില്ല. We won't be able to get along with that person. അങ്ങനെയെങ്കിൽ തമ്പുരാനോട് കൂടെ നടക്കണം, എന്നാ ചെയ്യണം പറഞ്ഞോളൂ. So if we want to walk with God, what do we need to do? ദൈവവചനവുമായിട്ട് എഗ്രി ആയാൽ മതി. We need to be reconciled with the scripture. ഈ ദൈവത്തെ കാണുക, ദൈവത്തെ അറിയുക, അതെല്ലാം കൊണ്ടുവരുന്നത് ഈ 66 ബുക്കിലോട്ടാണ് നമ്മളെ. To know God or to walk with God, all these things are bringing to the book of Bible or ഒറ്റ the വാക്യം scripture. കൂടെ വായിച്ച് ഇന്ന് ഞാനങ്ങ് നിർത്താം. ആമോസ് 3:3 എന്ന് നോക്കിയേ. ആമോസ് 3:3 ആമോസ് 3-ാം അധ്യായം 3-ാം വാക്യം. നമുക്ക് കാണാതറിയാന്ന് നോക്കിയോ. Chapter 3 verse 3. Book of Amos chapter 3 verse 3. Please. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? മതി. Can you read in English? They have agreed to do so. നിങ്ങൾ വാക്യം കണ്ടോ? 2 പേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ പറ്റിയല്ല. We can see a verse in the book of Amos. 2 people, if they wanted to walk together, they need to have both a common agreement. ഇത്രയും അനുകൂലമല്ലാത്ത സാഹചര്യത്തിലും ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നത് ഈ ആമോസ് 3:3 പ്രാക്ടിക്കലാക്കിയത് കൊണ്ടാണ്. Even though Enoch's circumstances were very difficult to walk with God, he walked with God because he obeyed the book of Amos chapter 3 verse 3. എന്ന് പറഞ്ഞാൽ, ഞാൻ അതിനെ ആ പ്രസംഗ ലാംഗ്വേജ് പറഞ്ഞതേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ദൈവവും ഹാനോക്കും തമ്മിൽ എഗ്രി ആയിരുന്നു. In total, I would like to let you all know that Enoch and God both were in an agreement. കരമുയർത്തി കർത്താവിന് സ്തോത്രം പറയാമോ? Hallelujah. ഇനി ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു എന്ന് പറയുമ്പോൾ ഈ തിരുവെഴുത്ത് നമ്മുടെ അകത്തോട്ടിങ്ങ് വരണം. So whenever you are going to hear about Enoch walked with God, then all these scriptures should come into your mind. ഈ ഹാനോക്കാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് താഴെ വായിച്ചേ. This Enoch who pleased God, that's what we read the next. അടുത്ത ആഴ്ച ഞാൻ ബാക്കി പറയാം. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കറിയാം, ഒരാളെ പ്ലീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? We know if we want to please a person, what do we need to do? ഒറ്റ കാര്യം ചെയ്താൽ മതി. We need to do only one thing. ആ വ്യക്തിയുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് അറിഞ്ഞ് ഇടപെട്ടാൽ മതി. Just understand the likes and the dislikes of that person. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്നാ ചെയ്യണം പറഞ്ഞോളൂ. So if we want to please God, what do we need to do? തമ്പുരാൻ ഇഷ്ടമില്ലാത്തത് തന്നെയാണെന്ന് പുസ്തകത്തിൽ നോക്കുക, തമ്പുരാൻ ഇഷ്ടമുള്ളത് തന്നെയാണെന്ന് പുസ്തകത്തിൽ നോക്കുക, ഇഷ്ടമുള്ളതനുസരിച്ച് ജീവിക്കുക. We can please our Lord. We have to search the scriptures. What are the things which liked by God and what are the things which are disliked by God, and follow and choose to do and follow the things which are liked by God, and God will please you. കുഞ്ഞുങ്ങളെ, did you understand what we are sharing? Everyone? Praise the Lord. Hallelujah. സ്നാനപ്പെടാൻ പോകുന്നവരോടും സ്നാനപ്പെട്ടവരോടും ഇനി നാളുകളിൽ സ്നാനപ്പെടേണ്ടവരോടും എല്ലാം പറയാം,
പ്ലീസ് ദ ലോർഡ്. ദൈവത്തെ പ്രസാദിപ്പിച്ച് നടക്കുക, ദൈവത്തോട് കൂടെ നടക്കുക. ഇതാണ് സം ആൻഡ് സബ്സ്റ്റൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി. The sum and substance of Christianity is, if you want to walk, please God, walk with God. സകലത്തിന്റെ മേളിൽ എന്നാണെന്നറിയാമോ? സ്ക്രിപ്ചർ ഈസ് ദ അൾട്ടിമേറ്റ് ആൻഡ് സുപ്രീം അതോറിറ്റി. Above all, Scripture is the ultimate authority. ജീവിതത്തിന്റെ എല്ലാ കാര്യത്തിലും സ്ക്രിപ്ചർ ഈസ് ദ അൾട്ടിമേറ്റ് ആൻഡ് സുപ്രീം അതോറിറ്റി. In all your life situations and circumstances, Scripture is the ultimate authority of you. സ്തോത്രം. Amen. കണ്ണുകളെ നമുക്ക് അടയ്ക്കാം.